വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിൽ ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിനടുത്തായി സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായ 3 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെന്റ് സ്ഥലത്ത് 1771 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും വർക്ക് ഏരിയയും 2 സ്പേഷ്യസ് ആയ കാർ പാർക്കിങ്ങോട് കൂടിയാണ് ഈ ഒരു മനോഹരമായ വീട് വരുന്നത്. ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 450 മീറ്ററും സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.2 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 7 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 9.5 കിലോമീറ്ററും കാക്കനാടേക്ക് 13 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി ടെക്സ്ചർ പെയിന്റ് വർക്കുകളും ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും സ്കോട്ടോപ്പ് ഡിസൈനും എല്ലാം നൽകിയാണ് വന്നിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കോട്ടോപ്പ് ഡിസൈൻ ഒക്കെ നൽകി 2-way ലൈറ്റ്സും വരുന്നുണ്ട്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും വരുന്നുണ്ട്. ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകളും കോബിൾ സ്റ്റോണും വിരിച്ചിട്ടുള്ള വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 സ്പേഷ്യസ് ആയ കാർ പാർക്കിംഗ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ട് സൈഡായ സൗത്ത് സൈഡിലാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. വീടിന്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു വാട്ടർ ഫൗണ്ടൻ നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് കിണർ വരുന്നുണ്ട്. കിച്ചന്റെ ബാക്ക് സൈഡിലായിട്ട് സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ഗ്രാനൈറ്റിലാണ് നൽകിയിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് മാറി നമുക്ക് ഒരു ഷൂ റാക്ക് ലഭിക്കുന്നുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിംഗിലേക്കാണ്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വലുപ്പമുള്ളൊരു സോഫ സെറ്റിനും കോഫി ടേബിളിനും ഉള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഹാഫ് പോർഷനോളം വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. റിമൈനിങ് പോർഷനിലും ഭംഗിയായി തന്നെയാണ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഭംഗിയുള്ള ഒരു പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും ക്രോക്കറി യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്. ഒരു 12 സീറ്റ് ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് വ്യൂ വരുന്ന ഒരു വാട്ടർ ഫൗണ്ടൻ വരുന്നുണ്ട്. ഇവിടെ സ്ലൈഡിംഗ് ഡോർസ് ആണ് നൽകിയിരിക്കുന്നത്. ഭംഗിയായി തന്നെയാണ് ഈ ഒരു ഏരിയ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സോടും കൂടിയാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. ഈ വീട്ടിൽ GMന്റെ സ്വിച്ചസും വീഗാന്റെ വയസ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായിട്ട് ഗ്ലോസി പാറ്റേണുള്ള ടൈലുകളാണ് വന്നിരിക്കുന്നത്. വുഡായിട്ട് ആഞ്ഞിലിയും മഹാഗണിയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്തിരുന്ന പാനലിൽ ഹാങ്ങിങ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് വന്നിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് ഈ ഒരു സ്പേഷ്യസ് ആയ കിച്ചൺ വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്ക്, 2 ടാപ്പ് നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടുള്ള ഈ ഒരു കിച്ചണിന് ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ളൊരു ഫ്രിഡ്ജിനുള്ള സ്പേസും വരുന്നുണ്ട്. കിച്ചൺ കൂടാതെ സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കൗണ്ടർ സ്പേസ് വരുന്നുണ്ട്. വർക്ക് ഏരിയയുടെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് 2 സൈഡിലും ഗ്രിൽ ഡോർ ഉൾപ്പെടെയാണ് ഈ ഒരു വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറ് സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടി നീളവും 11 അടിയോളം വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഭംഗിയായി തന്നെയാണ് സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ സ്പേഷ്യസ് ആയ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും MS യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗിലേക്കാണ് വരുന്നത്.
അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഒരു കോർണറിലേക്ക് മാറി വിശാലമായ ഒരു സ്റ്റഡി ടേബിൾ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു പാസേജിലൂടെ നമ്മൾ ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് കോർണറിലായിട്ട് വലുപ്പമുള്ളൊരു വാൾ റൂമും വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടി നീളവും 11 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 4 സെന്റ് സ്ഥലത്ത് 1771 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും വർക്ക് ഏരിയ 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വില്ലയ്ക്ക് ചോദിക്കുന്നത് 82 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും വാങ്ങുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്മളിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.